ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഷിഫ്റ്റിൻ്റെ കീ സെൻട്രൽ ലോക്ക് വർക്ക് ആവണില്ല. അങ്ങനെ നമ്മൾ പൊളിച്ചാണ്. ഇത് ഫുള്ളും ഡാമേജ്ഡാണ്. ഒട്ടിച്ചൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കി. അങ്ങനെ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ടാണ് ഇത്. അങ്ങനെ ഇലക്ട്രിക് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വർക്ക് ആവണില്ല. അപ്പം നോക്കിയപ്പോൾ ഇതെല്ലാം പീസായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിതിനെ ഒട്ടിച്ചൊക്കെ എടുത്ത് അതുപോലെ തന്നെ കവറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് മാറാൻ പോവുകയാണ്. ഇത് ഓൾഡ് ബാറ്ററി, ഇത് ന്യൂ ബാറ്ററി. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് വർക്ക് ആവില്ലെന്ന് നോക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വർത്തിൻ്റെ ഇലക്ട്രിക് കോണ്ടാക്ട് സ്പ്രേ ആണ്. അത് മാത്രം യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറയണം. അങ്ങനെ നമ്മൾ ഷിഫ്റ്റിൻ്റെ സെൻട്രൽ ലോക്ക് കീ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം മാറി പഴയ കീ തന്നെ അതിൻ്റെ കവറ്, അതിൻ്റെ പുറമേയുള്ള കവറും സെൻട്രൽ ലോക്ക് വർക്കാവാതെ ഇരുന്നതാണ്. അതിനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ സെൻട്രൽ ലോക്കൊക്കെ വർക്കാവാത്ത കേസുകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. ഇത് ശരിക്കും ആ റിമോട്ടിൻ്റെ കേസ് മൊത്തത്തിൽ മാറേണ്ടതാണ്. വെച്ചാൽ അതിനകത്തുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും പൊട്ടിക്കിടന്നതാണ്. അങ്ങനെ നമ്മൾ അതിനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കംപ്ലൈൻ്റ് ആവും എങ്ങനെയെന്ന് വെച്ചാൽ തറയിലൊക്കെ വീഴുന്നാൽ മാത്രമേ ആവുള്ളൂ. പിന്നെ ഈ ഒരു കേസ് ഉള്ളതുകൊണ്ട് അകത്ത് ഇമ്പാക്റ്റ് ആവില്ല. അപ്പം വേറെ നിലവിൽ ലോക്ക് അൺലോക്കൊക്കെ ആവണമുണ്ട്. നമ്മൾ ചെക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ഫോർ മെസ്സേജ്.